പിന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടുകളെ പറ്റി പറയുകയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് അട്ടയും കുഴമ്പും ഉഴിഞ്ഞു വയ്ക്കൽ എന്നുള്ളത്. പിന്നെ ഒന്ന് മുക്കിടി നിവേദ്യം, പിന്നെ നാമത്രയ പുഷ്പാഞ്ജലി. ഇത് ഈ ക്ഷേത്രത്തിന് സവിശേഷമായിട്ടുള്ള 3 വഴിപാടുകളാണത്. ഇത് രോഗികളും ചെയ്യും, രോഗമില്ലാത്തവരും ഡോക്ടർമാരും ചെയ്യുന്നുണ്ട്. ഡോക്ടർമാർ ചെയ്യുന്നത് അവർ ചെയ്യുന്ന ചികിത്സ കറക്റ്റായിട്ട് ഫലിക്കാൻ വേണ്ടിയിട്ടാണ്. രോഗങ്ങൾ എളുപ്പത്തിൽ മാറാനായിട്ട്, രോഗമില്ലാത്തവർ രോഗം വരാതിരിക്കാനായിട്ട്. നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് അട്ടയും കുഴമ്പും സമർപ്പണം. ധന്വന്തരി ദേവന്റെ 4 തൃക്കൈകളിൽ ശംഖ്, ചക്രം, ജലൂകം, അമൃതകലശം എന്നിവ കാണപ്പെടുന്നു. ഇതിൽ ജലൂകം അഥവാ അട്ട ആയുർവേദത്തിലെ ശസ്ത്രക്രിയാപരമായ ശല്യചികിത്സയെ പ്രതിനിധാനം ചെയ്യുന്നു. ശരീരത്തിലെ ദുഷിച്ച രക്തം പുറത്തെടുക്കുവാൻ അട്ടയെ ഉപയോഗിക്കുന്ന രീതി പാരമ്പര്യ ആയുർവേദത്തിലുണ്ട്. ധന്വന്തരി ദേവന്റെ കയ്യിലെ അമൃതകലശമാകട്ടെ മരുന്നിനെ പ്രതീകവൽക്കരിക്കും. ഇത്തരത്തിൽ സർവ്വവിധ രോഗങ്ങൾക്കും പ്രതിവിധിയായുള്ള വഴിപാടായി അട്ടയും കുഴമ്പും സമർപ്പണം നടത്തപ്പെടുന്നു. മുക്കുടി നൈവേദ്യം ഉദരരോഗ ശമനത്തിന് ഇവിടെ നടത്തുന്ന വഴിപാടാണ്. ഉദരരോഗങ്ങൾക്ക് ഇവിടുത്തെ മുക്കുടി നൈവേദ്യം സേവിക്കുന്നത് ഫലപ്രദമാണ്. അച്യുതാനന്ദ ഗോവിന്ദ എന്ന ധന്വന്തരിയുടെ നാമത്രയം ഒരു ദിവ്യ ഔഷധമായി കരുതപ്പെടുന്നു. നാമത്രയ പുഷ്പാഞ്ജലി ഒരു വഴിപാടിനമാണ്. അതുപോലെ തന്നെ ദേവനുള്ള വെണ്ണ നൈവേദ്യം മറ്റൊരു പ്രധാന വഴിപാടായി കരുതപ്പെടുന്നു. ക്ഷേത്ര ദർശന സമയം രാവിലെ 5 മണി മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയുമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം ധനുമാസത്തിലെ വൈകുണ്ഠ ഏകാദശി ആണ്. അതിന് സ്വർഗവാതിൽ ഏകാദശി എന്നും പറയും. പണ്ട് കാലത്ത് ഇത് 3 ദിവസമായിട്ടാണ് കൊണ്ടാടിയിരുന്നത്. 3 ദിവസം വിളക്കോടുകൂടി ആണ് തീരുന്നത്. അതിന് വിദ്വാൻമാരായിട്ടുള്ള കലാകാരന്മാരും അതേമാതിരി എഴുന്നള്ളിപ്പിന് ആനകളൊക്കെ ഫ്രീ ആയിട്ടാണ് വരിക പതിവ്. ആരും അതിന് ഒരു ഏക്കമൊന്നും വാങ്ങാറില്ല. ഇവിടെ ആനകളെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ചാൽ ആനകൾക്ക് പിന്നെ ആ വർഷം മുഴുവൻ സൂക്കേട് ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിൽ ദുരിതം എല്ലാ ആന ഉടമസ്ഥന്മാരും ഇവിടെ ആനകളെ അയക്കാറുണ്ട്. അതേമാതിരി വിദ്വാൻമാരും ഭഗവാന്റെ മുമ്പിൽ നടത്താനുള്ളൊരു സന്തോഷത്തോടുകൂടി മാത്രമാണ് വരുന്നത്. യാതൊരു പൈസയും വെച്ചിട്ടില്ല വരുന്നത്. അങ്ങനെയാണ്. പിന്നീട് ഈ ഏകാദശി ഉത്സവം വളരെയധികം വിപുലമായിട്ട് അതിങ്ങനെ വളർന്ന് ഇപ്പോൾ 2 മാസം തുടർച്ചയായിട്ടുള്ളൊരു പരിപാടിയായിട്ട് ഇവിടെ വളർന്നു വന്നിട്ടുണ്ട്. ദേശത്തിൻ്റെ സർവ്വഭാഗത്തു നിന്നും ആളുകൾ ധാരാളം വരുന്നൊരു ഉത്സവമാണത്. എല്ലാ ദിവസവും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കും. അവസാനത്തെ 10-20 ദിവസം വിളക്കെഴുന്നള്ളിപ്പ്, മറ്റ് കലാസാംസ്കാരിക പരിപാടികൾ ഒക്കെ ചേർത്തിട്ടുള്ള ഇതാണ് ഉള്ളത്. ഊരായ്മ ഭരണം നിലനിന്നിരുന്ന ഈ ക്ഷേത്രത്തിന് വളരെയധികം ഭൂസ്വത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രത്തിന്റെ ഈ ഇനത്തിലുള്ള വരുമാനം ഗണ്യമായി കുറഞ്ഞു. ആയിരത്തി 1979 മുതൽ ക്ഷേത്രഭരണം കൊച്ചി ദേവസ്വം ബോർഡ് ഏറ്റെടുത്തു. ക്ഷേത്രത്തോടനുബന്ധിച്ച് ഇപ്പോൾ ഒരു ആയുർവേദ ഡിസ്പെൻസറി പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. വിദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി പേരെത്തുന്ന കേരളത്തിലെ ഒരു പ്രധാന പരിഹാര ക്ഷേത്രമാണ് നെല്ലുവായ തേവരുടെ ഈ ആധ്യാത്മിക നിലയം.
ഭക്തിയോടും നിഷ്ഠയോടും കൂടി ഭഗവത് ഭജനം ചെയ്യുന്നവർക്ക് രോഗശാന്തി ക്ഷിപ്രസാധ്യമെന്ന് തെളിയിക്കുന്ന ഒട്ടനവധി അനുഭവങ്ങൾ ഇവിടെ എത്തിയവർക്ക് പറയുവാനുണ്ട്. അമൃതകലശമേന്തി പാലാഴിയിൽ നിന്ന് ഉദയം ചെയ്ത ധന്വന്തിരി ഭഗവാൻ ഇവിടെ സന്നിധാനം ചെയ്ത് അരികിലെത്തുന്നവർക്ക് അനുഗ്രഹവർഷങ്ങൾ ചൊരിയുന്നു. ലോകമെങ്ങും ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന ധന്വന്തിരി ദേവന്റെ തൃപ്പാദങ്ങൾ നമിച്ചുകൊണ്ട് ക്ഷേത്രായനത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ മാന്യപ്രേക്ഷകർക്കും ക്ഷേത്രായനത്തിന്റെ വിനീത നമസ്കാരം.